അന്തരിച്ച CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ സംസ്കാരത്തെക്കുറിച്ചുള്ള വാർത്തയാണ്. ഇന്നാണ് സംസ്കാരം നടക്കുക. കോട്ടയം തെങ്ങണയിലെ വീട്ടുവളപ്പിൽ 12 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്നലെ ചെന്നൈയിൽ നിന്നും കോട്ടയത്ത് എത്തിച്ച മൃതദേഹം ജില്ലാ കമ്മിറ്റി ഓഫീസിലും ചങ്ങനാശ്ശേരിയിലെ ഏരിയ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വെച്ചിരുന്നു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. ടോബി, ഇപ്പോൾ സംസ്കാരം ചടങ്ങുകൾ നടക്കുന്നത് വീട്ടുവളപ്പിൽ തന്നെയാണ്. 12 മണിയോടുകൂടി ഈ ചടങ്ങുകൾ നടക്കുമെന്ന് അറിയിക്കുന്നു. വിവരങ്ങൾ പറയാം. പ്രജിൻ കൃഷ്ണ, തീർച്ചയായിട്ടും 12 മണിയോടുകൂടി തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും AV റസലിന് യാത്രാമൊഴി ചൊല്ലുന്നതിന് വേണ്ടി നിരവധി ആളുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കോട്ടയത്തേക്ക് ഒഴുകിയെത്തിയത്. ഇന്നലെ ചെന്നൈയിൽ നിന്നും 9 മണിയോട് കൊച്ചിയിൽ എത്തിച്ചപ്പോൾ അവിടെ CPM നേതാക്കളെല്ലാം ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. അതിനുശേഷം കോട്ടയത്തേക്ക് എത്തിച്ചു. കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അദ്ദേഹം ഏറെ നാൾ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇരുന്ന ആ ഒരു സ്ഥലത്തേക്ക്, ആ ഒരു കെട്ടിടത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോൾ പാർട്ടി പ്രവർത്തകരുടെ വലിയൊരു കൂട്ടം അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി അവിടേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങിയ നേതാക്കളും അവിടേക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തി. അതിനുശേഷമാണ് അവിടെ നിന്ന് 2:30 ഇന്നലെ ചങ്ങനാശ്ശേരിയിലേക്ക്, അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയായിരുന്ന ഏറെക്കാലം അദ്ദേഹം പ്രവർത്തിച്ച ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നത്. അവിടെയും പൊതുദർശനത്തിന് നിരവധി ആളുകൾ, പ്രത്യേകിച്ചും ഈ ഒരു പാർട്ടി രംഗത്ത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന ഒരു വ്യക്തി കൂടി ആയതുകൊണ്ട് തന്നെ ആ ചങ്ങനാശ്ശേരിയിലുള്ള നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതേ തുടർന്നാണ് വൈകുന്നേരത്തോടുകൂടി വീട്ടിലേക്ക് മൃതദേഹം മാറ്റി. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രജി. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. 12 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടക്കുക.